ഒന്നും പറയാനില്ല, ഹെവി പടം. നമ്മൾ കാണാത്ത ഒരു രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. സ്റ്റോറി ലൈൻ കൊള്ളാം, ഒരു വെറൈറ്റി ത്രില്ലറാണ്. സെക്കൻഡ് ബെസ്റ്റ് ക്രൈം ത്രില്ലർ എന്ന് പറയാം. പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളുണ്ട് ക്ലൈമാക്സിൽ. വേണമെങ്കിൽ പ്രേക്ഷകർ കണ്ടുപിടിക്കാം, അങ്ങനെ രീതിയിൽ കുറച്ച് ട്വിസ്റ്റുകൾ പറയുന്നുണ്ട്. സൂപ്പർ പടമാണ്, സൂപ്പർ പടം എന്ന് വെച്ചാൽ പടം ആദ്യം തൊട്ട് ഭയങ്കരമായിട്ട് നമ്മളെ എൻഗേജ് ചെയ്യും. നമ്മൾ കാണാത്ത ഇതുവരെ ഈ സൈക്കോളജി ത്രില്ലർ രാക്ഷസിന് ശേഷം കുറേ ത്രില്ലേഴ്സ് വന്നിട്ടുണ്ടല്ലോ, ആ ഒരു ലെവലല്ലാതെ വേറൊരു രീതിയിൽ പടം തുടങ്ങി അത് നല്ല രീതിയിൽ അവസാനിപ്പിച്ച് അവിടെ ഒരു ട്വിസ്റ്റ് വെച്ച് ഒന്നും പറയാനില്ല. നൈസ് പടം, ഒന്നുമില്ല, ലാഗില്ല, മെസ്സേജ് നൈസ് പടമാണ്. ആ എന്തോ പക്ക ഇൻവെസ്റ്റിഗേഷൻ, പക്ക സൈക്കോളജിക്കൽ, പക്ക ത്രില്ലർ, നൈസ് പടം. ഒരു സസ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈം ത്രില്ലർ നമ്മൾ കാണാത്ത ഒരു രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. അത് ഇതേപോലത്തെ ഒരു കഥ ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ അറിയാം. പിന്നെ ഇതിൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കഥയാണ്. കഥയിൽ നല്ല ബ്രില്യൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ നിമിഷവും നമ്മൾ ആകാംക്ഷയുടെ മുൾമുനേർ നിർത്തും. കണ്ടമാനം രക്തച്ചൊരിച്ചൊന്നുമില്ലെങ്കിൽ പോലും ഒരുപാട് കൊലപാതകങ്ങളുണ്ട്. പക്ഷേ വളരെ ഇഷ്ടപ്പെട്ട് വർഷനൊക്കെ ഭയങ്കര ടെൻഷൻ തോന്നും നമുക്ക്. നല്ലൊരു മേക്കിംഗ് ആണ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള കഥ, നന്നായിട്ടുണ്ട്. രാക്ഷസനാണോ ഇതാണോ എന്നൊക്കെ അവർ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ കണ്ടുകൊണ്ട് രാക്ഷസൻ അന്ന് കണ്ടപ്പോൾ രാക്ഷസൻ മുമ്പിലായിരുന്നു, ഇപ്പോൾ കണ്ടപ്പോൾ ഇതാണ് മുമ്പിൽ നിന്ന് തോന്നും. ഇങ്ങനെ നല്ല പടമാണ്. അഭിനയം കൊള്ളാം. എന്താണ് ആ പോലീസിൻ്റെ ഒരു ടെൻഷനൊക്കെ ശരിക്കും. സ്റ്റോറി ലൈൻ കൊള്ളാം, ഒരു വെറൈറ്റി ത്രില്ലറാണ്. കാരണം എല്ലാ മൂവീസിലും ഇപ്പോൾ ത്രില്ലർ വന്ന പോലെ അല്ല ഇതിപ്പോൾ. ഇതൊരു ഡിഫറെൻറ്റ് ജോണറായിട്ടാണ് ഇവർ കൊണ്ടുവരിക. കൊള്ളാം, മൊത്തത്തിൽ വാച്ചബിളാണ്. പിന്നെ ശെൽവരാമൻ സാറായാലും നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട്, കൊള്ളാം. സൗണ്ടിങ്ങും എല്ലാം സൂപ്പറാണ്. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലും അടിപൊളിയാണ്. പിന്നെ ജിബ്രാൻ സാറിൻ്റെ മ്യൂസിക് ആയാലും കൊള്ളാം, എല്ലാം കൊള്ളാം. വിഷ്ണുവിന്റെ പെർഫോമൻസും നല്ല പെർഫോമൻസ് ആയിരുന്നു പോലീസായിട്ടുള്ള. രാക്ഷസനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ബെസ്റ്റ് ക്രൈം ത്രില്ലർ എന്ന് പറയാം. നേരിട രാക്ഷസനാണെങ്കിൽ രാക്ഷസന എൻ്റെ ഫേവറേറ്റ്, ബട്ട് സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറയാം. ക്ലൈമാക്സ് ഒക്കെ നല്ല ത്രില്ലിംഗ് ആയിരുന്നു, ഓവറോൾ കൊള്ളായിരുന്നു. അടിപൊളി. ബാക്കിയൊക്കെ പറഞ്ഞാൽ പിന്നെ അത് ഇതായി പോയിട്ട് ലൈക്ക് കാണേണ്ട മൂവിയാണ്. ഇല്ല, അങ്ങനെ വിറപ്പിക്കുന്ന സൈക്കോ ഒന്നും പറയാൻ പറ്റൂല, കണ്ട് തന്നെ മനസ്സിലാക്കുന്ന സിനിമയാണ്, കൊള്ളാം. സൈക്കോ സീരിയൽ ത്രില്ലർ ആ ഒരു മൂവി ജോണർ കണ്ടാണ് നമ്മൾ ആ ഒരു പ്രതീക്ഷ വരുന്നത്. പക്ഷേ സോഷ്യലി ഭയങ്കര ചിലപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇറവലൻ്റ് ആയിട്ട് തോന്നുന്നൊരു പോയിന്റ് ആയിരിക്കും. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആകെയുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ എപ്പോഴും പറയുക എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ആൾക്കാർ ഇനി ഒരു മോഡലാക്കി എടുക്കുമോ, അങ്ങനെ ഒരു സാധനമാണ്. പക്ഷെ മോഡലാക്കി എടുക്കണമെന്നല്ല, ആ ഒരു നല്ലൊരു മെസ്സേജ് പറയുന്നുണ്ട്, ആ മെസ്സേജ് എടുക്കുക, ആ ഒരു ഇത് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ലാസ്റ്റ് ടുവേഡ്സ് ദി എൻഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളുണ്ട് ക്ലൈമാക്സിൽ. വേണമെങ്കിൽ പ്രേക്ഷകർ കണ്ടുപിടിക്കാം, അങ്ങനെ രീതിയിൽ കുറച്ച് ട്വിസ്റ്റുകൾ പറയുന്നുണ്ട്. ഓവറോൾ ഒരു ക്രൈം ത്രില്ലർ സീരീസിൽ ഭയങ്കര നല്ലൊരു മൂവിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അല്ല ബ്രോ, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള രാക്ഷസിലെ ഒരു ക്രൈം ത്രില്ലർ സൈക്കോ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ആ ഒരു ഇതിലൊരു മാറ്റമില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സൈക്കോനെ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ വേറൊരു തമിഴ് പടത്തിൽ നമ്മൾ വേറൊരു സൈക്കോനെ ടുവേഡ്സ് ദി എൻഡ് ക്ലൈമാക്സ് ആകുമ്പോൾ നായിക തന്നെ, അതിൽ ഏറ്റവും കൂടുതൽ ടോർച്ചർ അനുഭവിച്ച നായിക തന്നെ ഇഷ്ടപ്പെടുന്നു, അയാളൊരു പാവം എന്ന് പറയുന്നുണ്ട്. അതൊരു സൈക്കോയുടെ സൈക്കോളജിയാണ്. അതുപോലെ ആയിരിക്കും അത് കാണുന്ന പ്രേക്ഷകർക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, അയാളെ റോൾ മോഡലാക്കി എടുക്കാം. മെസ്സേജ് നല്ല ഒരു മെസ്സേജ് പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്ന രീതി എങ്ങനെയാണെന്ന് ആൾക്കാർക്ക് തീരുമാനിക്കാം, അത്രേ ഉള്ളൂ. നല്ല മെസ്സേജാണ്, എന്നെ സംബന്ധിച്ച് നല്ല മെസ്സേജാണ്. പക്ഷേ ഇതിപ്പോൾ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്ന പോലെ ഒക്കെ ഏതാണ് മെസ്സേജ് കൺവേ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ മെസ്സേജ് നല്ലതാണ് പറയുന്നത്. സൈക്കോളജി കുഴപ്പമില്ല ബ്രോ.